ഇനി ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിലൊരു പ്ലഗിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പം അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലഗും കണക്ട് ചെയ്യാനുള്ള ഇത് കിട്ടും. ഇത് ഈ ടൈപ്പാണ് ഇതിന്റെ. ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പലരുടെയും വീടുകളിൽ മറ്റു വലിയ ഇതൊക്കെ വരുമ്പോഴത്തേക്കും അതിന് തക്ക രീതിയിലുള്ള പ്ലഗ് പോയിന്റ് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെ നോർമൽ 3 പിൻ പ്ലഗ് ആണ് കേട്ടോ. പിന്നെ ഇതാണ് അതിന്റെ മെയിൻ സംഭവം. ഇതിനകത്ത് ഒരു ലിഡ് ഉണ്ട്. ഈ ലിഡ് നമുക്ക് ലോക്ക് ചെയ്ത് പിന്നെ ഈ ലിഡിന്റെ ഇവിടെയാണ്. ഇത് നമ്മുടെ നോർമൽ പ്രഷർ കുക്കറിന്റെ ഇതുപോലുള്ള തന്നെയാണ്. വാൽവ് നമുക്ക് കടയിൽ നിന്ന് അല്ലാണ്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും കാര്യങ്ങളില്ല. നമുക്ക് ഡിഷ് വാഷർ സേഫ് ആണ്. നമുക്ക് അല്ലാണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വാഷ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന്റെ മറ്റേ നമ്മൾ കുക്കറിൽ എന്താണ് വെയിറ്റ് ഇടുന്ന കണക്കത്തെ സംഭവം. ഇതിന്റെ പ്രഷർ റിലീസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് പ്രഷർ ലോക്ക് ചെയ്യുന്ന. ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ് നമ്മൾ മാനുവലി നമുക്ക് ഇത് റിലീസ് ചെയ്യാം. നമ്മളിപ്പോൾ കുക്കറിലൊക്കെ നമ്മൾ മാനുവലി റിലീസ് ചെയ്യുന്നത് നമുക്ക് അപകടമാണെന്ന് പറയാറില്ലേ. പക്ഷെ ഇതിലങ്ങനല്ല. നമുക്ക് സേഫ് ആയിട്ട് തന്നെ മാനുവലി പ്രഷർ റിലീസ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണിത്. പക്ഷെ ഈ കഞ്ഞി പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർച്ച് കൂടുതലുള്ള സംഭവങ്ങളാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇത് പുറത്തൂടെ കവിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതല്ലാണ്ടുള്ള ബാക്കിയുള്ള ഇപ്പോൾ കടലയൊക്കെ വേവിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണം, പെട്ടെന്ന് നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്ത് പ്രഷർ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാവുന്നതാണ്. ഇതാണ് ആ ലിഡ്. പിന്നെ ഇതിനകത്ത് ഇത്രയും വലുപ്പത്തിലുള്ളൊരു പാത്രമാണ്. ഈ പാത്രത്തിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമുക്ക് സാധാരണ പാത്രം കഴുകുന്ന പോലെ കഴുകാവുന്നതാണ്. ഇത് ഇച്ചിരി ഒരു എന്താണ് നമ്മൾ ട്രൈപ്ലൈ മോഡൽ ഇച്ചിരി കട്ടിയുള്ള ഒരു പാത്രമാണ്. അടി കട്ടിയുള്ള ഒരു പാത്രമാണ്. സംഭവങ്ങളൊന്നും കരിഞ്ഞു പിടിക്കത്തൊന്നുമില്ല. ഓക്കെ. ഇതിനകത്ത് 2 മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രഷർ കുക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിനൊരു മാർക്കിംഗ്, ആ മാർക്കിങ്ങിന് കവിഞ്ഞ് നമ്മൾ ഇതിനകത്ത് സാധനം വെക്കാൻ പാടില്ല. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡബിൾ ബോയിലിംഗ് അല്ല ഇതിന് പറയുന്നത്, പോട്ട് ഇൻ പോട്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഇതിനകത്ത് തന്നെ ഒത്തിരി അധികം പോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഈ ലിഡ് യൂസ് ചെയ്തിട്ടല്ല, അല്ലാണ്ട് മൂടി വെച്ചും ലിഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇതിനകത്ത് ഒന്നിലധികം സാധനങ്ങൾ ഒരേപോലെ ഇപ്പോൾ റൈസും പരിപ്പും വെജിറ്റബിളും മുട്ടയും എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും ഇതൊക്കെയാണ്. അന്നേരം ഈ ഒരു മാർക്കിങ്ങിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ മാർക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്, ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ബോയിൽ ചെയ്യാനൊക്കെ, മുട്ട ബോയിൽ ചെയ്യാനും അല്ലാണ്ട് ഇതിനകത്ത് ഇപ്പം പിന്നെ ആവി കയറ്റുന്ന സമയത്ത് നമുക്ക് പാത്രം ഇറക്കി വെക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണേ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സാധനങ്ങൾ. പിന്നെ ഇതാണ് ഇതിന്റെ അകത്ത് വരുന്ന സാധനം. ഇവിടെയാണ് നമ്മുടെ പാത്രം ഇരിക്കുന്നത്. പാത്രം ഇരിക്കുമ്പോൾ അത് സെൻസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ചൂടും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചോളും.